കമാല്, ഈ ഇപ്പോഴത്തെ ഇന്ത്യൻ ക്യാമ്പിന്റെ അവസ്ഥ എന്താണ്? ഈ ഏറ്റവും ഒടുവിൽ ഇത്രയും നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിനു ശേഷം ഇവിടെ ഇപ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ പരാതി കൊടുത്തു എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഗുസ്തി ഫെഡറേഷൻ പരാതി കൊടുത്തു എന്ന് പറയുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വേണു, ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഒളിമ്പിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായ സ്റ്റഡേ ടി ഫ്രാൻസിലാണ്. ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ല. കാരണം ഇവിടെ മത്സരങ്ങളുണ്ട്, അത്ലറ്റിക്സ് മത്സരങ്ങളാണ്. നമ്മുടെ ഇന്ത്യയുടെ രാവിലെ 3 ഇവന്റ്സ് ഉണ്ടായിരുന്നു, 3ലും നമ്മൾ പുറത്തായി. ഇനി വൈകിട്ട് നമ്മുടെ അവിനാഷ് സാബ്ലെ, അദ്ദേഹം 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഫൈനലിൽ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട്ടുകാരനായ അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പിൽ മത്സരിക്കുന്നുണ്ട്. കുറച്ച് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ കാത്തിരുന്നത് ഇന്ന് രാത്രി ഞങ്ങൾ റെസ്ലിംഗ് അറീനയിലേക്ക് പോവാനാണ്. കാരണം അവിടെയാണ് ഏറ്റവും സമ്മോഹനമായ ഒരു മുഹൂർത്തത്തിന് നമ്മളൊക്കെ സാക്ഷിയാവാനായിട്ട്. കാരണം ഒറ്റ സെക്കൻഡ് കമാൽ, എനിക്ക് ഈ വിഷയത്തിൽ തന്നെ ഊന്നു നിൽക്കാനുണ്ട്. കമാലെ, നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്തെങ്കിലും തട്ടിപ്പ്, അട്ടിമറി, എന്തെങ്കിലും കൃത്രിമം? 100% സംശയിക്കുന്നുണ്ട്. കാരണം അത് പറയാനൊരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് കൃത്യമായിട്ട് നമ്മൾ സ്പോർട്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ ഇപ്പോൾ വിനേഷ് ഫോഗാട്ട് എന്ന് പറയുന്ന താരം ഇന്നലെ 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ജയിക്കുന്നു. ഈ 3 മത്സരങ്ങൾക്കിടയിലും പരിശോധനകൾ നടത്തിയപ്പോഴും പരിശോധനയിൽ ഒരു 50 കിലോഗ്രാം കൃത്യമാണ്. ഇന്ന് രാവിലെ അവരുടെ ഫൈനൽ ദിവസമാണ്. ഈ ഫൈനൽ ദിവസം രാവിലെ അവർ 100 ഗ്രാം കൂടുതൽ വരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ 117 താരങ്ങൾ ഇന്ത്യക്കായിട്ട് മത്സരിക്കുന്നു. 140 പേരടങ്ങുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട്. 140 പേരടങ്ങുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോസ് ഉണ്ട്, ന്യൂട്രീഷ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് 140 പേരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ 117 പേരടങ്ങുന്ന കായിക താരങ്ങൾക്ക് മത്സര ദിവസത്തിന് ഒരുങ്ങുക, മത്സരത്തിന് മുമ്പായിട്ട് ഒരുങ്ങുക, എന്തെല്ലാം കഴിക്കണം. ഇത്തവണ നമ്മൾ ഏറ്റവും പോസിറ്റീവായി ചെയ്ത ഒരു കാര്യം, ഒരു സ്ലീപ്പിംഗ് തെറാപ്പിസ്റ്റ് കൂടി നമ്മുടെ സംഘത്തിലുണ്ട്. ഈ സ്ലീപ്പിംഗ് തെറാപ്പിസ്റ്റിനെ ഉൾപ്പെടുത്താനൊരു കാരണം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പഴയകാല ഒളിമ്പിക്സിലേക്കൊക്കെ വരുമ്പോൾ ഈ ഓപ്പോണന്റിനെ കണ്ട് നമ്മളുടെ താരങ്ങൾ പേടിക്കാറുണ്ട്. കാരണം ഓപ്പോസിറ്റ് വരുന്നത് വലിയ വലിയ കായിക താരങ്ങളാണ്. ഇവരെ കാണുന്നതോടുകൂടി തന്നെ ഇപ്പൊ മത്സര തലേന്ന് ഉറക്കം വിളിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പേടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ മത്സര ദിവസം നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പരാതികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ലീപ്പിംഗ് തെറാപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള വലിയ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവിടെ ഉള്ളപ്പോഴാണ് വിനേഷ് ഫോഗാട്ട് എന്ന് പറഞ്ഞ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരം ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ഇന്നലത്തെ ദിവസം പോലെയല്ല. ഇന്നലെ നമുക്ക് നല്ല ഡേ ആയിരുന്നു. നമ്മുടെ നീരജ് ചോപ്ര ഫൈനലിലേക്ക് വരുന്നുണ്ട്. ഹോക്കി ടീം തോറ്റെങ്കിൽ പോലും അവർക്ക് ബ്രോൺസ് മെഡൽ മാച്ച് ഉണ്ട്. ഇങ്ങനെ നല്ല പോസിറ്റീവായിട്ടൊരു ഡേക്ക് ശേഷം ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ ജനഗണമന ഉയരുന്നത് കേട്ടിട്ടില്ല. കാരണം സ്വർണം നേടണം. സ്വർണം നേടിക്കഴിഞ്ഞാലാണ് ആ സ്റ്റേഡിയത്തിൽ, ഇപ്പൊ ഞാനിരിക്കുന്ന സ്റ്റേഡിയത്തിലാണെങ്കിൽ മത്സരങ്ങൾ നടക്കുന്ന 13 വരുന്ന വെന്യൂസിലാണെങ്കിൽ നമ്മുടെ ദേശീയ പതാക ഉയരണമെങ്കിൽ നമുക്ക് സ്വർണം നേടണം. അപ്പൊ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു ത്രിവർണ്ണ പതാക ഇന്ന് ഉയരും, നമ്മുടെ ദേശീയ ഗാനം ഉയരും. ആ ദേശീയ ഗാനത്തിനൊപ്പം നമ്മൾ എഴുന്നേറ്റ് നിന്ന് നെഞ്ചത്ത് കൈവച്ച് നമ്മളിങ്ങനെ കണ്ണീർ, അതായത് ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയാം അതിന്, അങ്ങനെയുള്ള ഒരു മുഹൂർത്തത്തിനായി കാത്തിരുന്ന വേളയിലാണ് നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഇന്ത്യൻ ക്യാമ്പ് എന്ന് പറയുന്ന ശോകമുഖമാണ്. ഞാൻ ഇരിക്കുന്ന നേരിട്ടുള്ള ചോദ്യം, അട്ടിമറി ഉണ്ടെന്ന് കമാൽ പറയുന്നെങ്കിൽ ഏത് കേന്ദ്രത്തിൽ അത് നടന്നു? ആരെയാണ് സംശയിക്കേണ്ടത്? ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തെ നമ്മൾ സംശയിക്കണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിബേറ്റ്സ് ഞാൻ കുറെ കേട്ടു. അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ബ്രജ്ഭൂഷൺ സിംഗ് ശരൺ എന്ന് പറയുന്ന ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ പഴയ പ്രസിഡന്റ്, അദ്ദേഹവും വിനേഷുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനുശേഷം വരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഗുസ്തി ഫെഡറേഷനെ നയിക്കുന്നതും അദ്ദേഹത്തിന്റെ ആളുകൾക്ക് തന്നെയാണ്. പക്ഷെ ഒന്ന് രണ്ട് സംശയങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഈ വിനേഷ് നേരത്തെ തൊട്ടേ ഈ ഭാരം അങ്ങനെ തന്നെ നിലനിർത്തുക എന്നതിൽ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതിനു മുൻപും ഇപ്പോൾ ഈ 49.9 തന്നെ നിർത്തുന്നത് ആഴ്ചകളോളം അവർ ഈ ഭക്ഷണം കുറയ്ക്കുകയും മറ്റു കഠിനമായ പരിശ്രമം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ്, അല്ലേ? മുൻപ് ഇവര് 48 kg മത്സരിച്ചിട്ടുണ്ട്, 50-ൽ മത്സരിച്ചിട്ടുണ്ട്, 53-ൽ മത്സരിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് 50-ലേക്ക് വരുന്നത്. ഇതിന്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ട റൗണ്ടുകളിൽ ഇവർ പരിശീലനം നടത്തുമ്പോഴും ഈ പറയുന്ന ഭാരം നിലനിർത്തുക എന്നതൊരു വെല്ലുവിളിയായി വിനേഷ് ഫോഗട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3 മത്സരങ്ങൾ കഴിയുന്നു, ഫൈനലിലേക്ക് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസമേ കിട്ടുന്നുള്ളൂ. അതിനിടയിൽ നേരത്തെ കിട്ടിയ ഒരു 2 ആഴ്ചത്തെ സമയത്തിന്റെ സാവകാശം ഈ ഒരു ഒറ്റ ദിവസം 24 മണിക്കൂർ കൊണ്ട് സാധ്യമല്ല. എന്ന് മാത്രമല്ല 3 പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് കഴിഞ്ഞത്. അതിൽ താങ്കൾ ഈ പറയുന്നതുപോലെ വലിയ കായികാധ്വാനം വേണ്ട ഒരു മത്സര ഇനമാണ്. അങ്ങനെ വരുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ സപ്ലിമെന്റ്സ് കൊടുക്കേണ്ടതുണ്ട്, വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ഭാരം ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതാണ്ട്
അത് ഉയരുമ്പോൾ തന്നെ ഈ 2.8 കിലോ ആയിട്ട് ഉയരുന്നു, പിന്നെയും അത് കുറച്ച് 100 ഗ്രാമിലേക്ക് കുറയ്ക്കാൻ പറ്റുന്നു. ഇതിപ്പോൾ ഈ പറയുന്ന പെട്ടെന്ന് അവിടെ പോയിട്ടുള്ള പരിശോധനയിലേക്ക് മാത്രമല്ലോ, അതിനു മുമ്പ് നമുക്ക് പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിൻ്റെ പരിശോധന നടത്താം, ഇതിൻ്റെ റീഡിംഗ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അട്ടിമറിക്കാൻ നോക്കിയാലും അതെല്ലാം കൃത്യമായി തന്നെ നമുക്ക് വിനേഷ് ഫോഗട്ടിനടക്കം പരിശോധിക്കാവുന്ന സംവിധാനമില്ലേ? വേണു, ഇതില് വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയേണ്ടത് രണ്ടുപേരാണ്. ഒന്ന് വിനേഷും ഒന്ന് വിനേഷിന്റെ കോച്ചുമാണ്. ഈ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്മൾ ശ്രമിച്ചു, പക്ഷേ നടക്കുന്നില്ല. ഇപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിനേഷിന്റെ സ്വകാര്യതയെ മാനിക്കുക, നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്ത്, അവരിപ്പോ ഹോസ്പിറ്റലാണ്, ഡീഹൈഡ്രേഷൻ ഒക്കെ ഭാഗമായിട്ട് അവർ ഹോസ്പിറ്റലാണ് ഉള്ളത്. അവർ ഗെയിംസ് വില്ലേജിനുള്ളിലുള്ള ചെറിയ ഹോസ്പിറ്റൽ അവിടെയാണ് ഉള്ളത്. നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വിനേഷിന്, അതായത് ഇക്കാര്യത്തിൽ വേണു നേരത്തെ പറഞ്ഞത് ശരിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രാക്ക് ഹിസ്റ്ററി നോക്കുമ്പോൾ 1-2 ഡിസ്ക്വാളിഫിക്കേഷൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. എങ്കിൽ പോലും പക്ഷെ ഒരു താരത്തെ സംരക്ഷിച്ച് മത്സര യോഗ്യരാക്കേണ്ടതാരാ? അതായത് ഒരു താരം ആ മത്സര ദിവസങ്ങളിലേക്ക് ഒരുങ്ങുമ്പോൾ സർവ്വസന്നദ്ധമായിട്ട്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോക്കിയിലെ ശ്രീജേഷിനെ കണ്ടിരുന്നു. ശ്രീജേഷ് ഒരു മത്സരം കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഡോപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, അതിന്റെ യൂറിൻ ടെസ്റ്റ് ഉണ്ട്. ആ യൂറിൻ ടെസ്റ്റ് ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. അത് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പോകുന്നു, ആ ടെസ്റ്റിന് വിധേയമാവുന്നു, തിരിച്ചു വരുന്നു, നമ്മോട് സംസാരിക്കുന്നു. ഇതൊക്കെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന കാര്യമാണ്. ആ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. അപ്പം ശ്രീജേഷിന് കൂടെ ആളുകളുണ്ട്, ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ആളുകളുണ്ട്. അതേപോലെ തന്നെ ഒരു താരത്തെ മത്സര യോഗ്യരാക്കാൻ 100% കമ്മിറ്റഡ് ആയിട്ട് വേണ്ട ആളുകൾ ഈ സപ്പോർട്ടിംഗ് ഇതൊക്കെ സ്റ്റാഫ്. ശരിയാണ്. അപ്പോഴും എൻ്റെ രണ്ട് സംശയങ്ങൾ, ഒന്ന്, ഇപ്പോൾ ഈ പുരുഷ താരങ്ങളെ ഒരു ഉദാഹരണമായി എടുക്കാം. അവരും ഈ ഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 3 കിലോ 4 കിലോ ഒക്കെ കൂടുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. പക്ഷെ കഠിനമായ ഈ എക്സർസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് മറ്റ് ക്രമീകരണങ്ങൾ ഭക്ഷണത്തിനടക്കം നിയന്ത്രിച്ചുകൊണ്ട് അതിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് സാധാരണമല്ലേ? ഇതിനകത്തൊരു അസ്വാഭാവികത കാണാൻ കഴിയുമോ? രണ്ടാമതായി, ഇങ്ങനെ ഒരു ബ്രിജ്ഭൂഷണമില്ല, ഇത്തരം ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് നാം കരുതാവുന്ന നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈജിപ്തിൽ നിന്ന് വന്നൊരു ബോക്സിംഗ് താരം, അതും ഒരു വനിതാ താരമാണ് അല്ലേ, 10 ദിവസം മുമ്പ് അവരും ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്നു. ഇതേ പറയുന്നത് പോലെ ഈ ഭാരപ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ സംശയിക്കേണ്ടാത്ത ഒരു ദുരൂഹത ഇവിടെ സംശയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? നമുക്ക് ഈജിപ്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മാത്രം വേണോ നിലനിൽക്കുന്ന ചില സിസ്റ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ രാഷ്ട്രീയമായിട്ടാണ് ഈ കാര്യത്തെ കാണുന്നത്. പക്ഷെ നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ എന്റെ മുന്നിൽ വരുന്നത് എന്റെ രാജ്യം ഒരു ഗോൾഡ് നേടുക എന്നുള്ളതാണ്. അല്ലാതെ അതിലപ്പുറത്തെ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. പക്ഷെ ആ ഗോൾഡ് നേടേണ്ട ഒരു താരം വളരെ സങ്കടകരമായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അത് അനാരോഗ്യമാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇപ്പൊ നമ്മൾ സാധാരണ ഗതിയിൽ ഈവൻസിൽ മത്സരിക്കുമ്പോൾ പരുക്കൊക്കെ പറ്റിയേക്കാം, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക്. കമാൽ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പുരുഷ താരങ്ങൾക്ക് 3 കിലോ 4 കിലോ ഒക്കെ കൂടുന്നത് ഈ നേരത്തോട് നേരം കൊണ്ട് ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിലും സാധ്യമാണ്. വേണു, അവിടെ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട ഒരു വിഷയം, ഇപ്പൊ നമ്മുടെ പഴയ താരം വിജേന്ദർ ഉൾപ്പെടെയുള്ള ബോക്സേഴ്സ് പറഞ്ഞിട്ടുണ്ട് 5 കിലോ 6 കിലോ വേണമെങ്കിൽ കുറക്കാം. അങ്ങനെ കുറക്കാൻ കഴിയുമെന്നിരിക്കെ എന്തുകൊണ്ട് 100 ഗ്രാം കുറച്ചുകൂടാ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? അപ്പോൾ അവിടെ ഞാൻ ആരെയും കുറ്റപ്പറയുകയോ. പക്ഷെ ഞാൻ ചോദിക്കുന്ന, കമാല് മുടി മുറിച്ച് കളയുന്നു, രക്തം ഊറ്റിക്കളയുന്നു, ഇങ്ങനെയുള്ള സഞ്ചരിക്കാവുന്നതിന്റെ പരമാവധി അവർ പോയിട്ടുമുണ്ട്. അതെന്തുകൊണ്ടാകാം? അപ്പോൾ ഇങ്ങനെ ഒരു ദുരുപദിഷ്ടമായ നീക്കം നടക്കുന്നു എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിന്, ഇത്തരം സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? അതില് വേണു, ഇപ്പൊ മുടി മുറിക്കുക, രക്തം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ന്യൂട്രീഷനോ അല്ലെങ്കിൽ വേണ്ട ഈ സയന്റിഫിക് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റമോ വേണ്ട. ഇപ്പം എന്റെ ഭാരം കുറക്കണമെങ്കിൽ എനിക്കറിയാമല്ലോ എന്റെ ഭാരം കുറക്കാനായിട്ട് വളരെ പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അതല്ലല്ലോ മറിച്ച് വേണ്ടത്. ഇപ്പൊ ഇത്തരത്തിൽ ഒരു വേദിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുക്കേണ്ട അല്ലെങ്കിൽ ഒരുക്കാൻ ബാധ്യസ്ഥരായവർ ചെയ്യേണ്ട കാര്യം, അവിടെയാണ് നമുക്ക് സംശയങ്ങളുള്ളത്. അങ്ങനെയുള്ള ഒരു സംശയം ചോദിക്കട്ടെ കമാല്, ഈ 2.8 കിലോ കുറയ്ക്കുക എന്ന് പറയുന്ന ആ ചുരുങ്ങിയ സമയം, ഇവര് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, മുഴുവൻ സമയം ഈ സൈക്ലിങ്, ജോഗിങ്, സ്കിപ്പിംഗ് ഇതെല്ലാം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത്തരം ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സർവോപരി വെള്ളം കുടിച്ചിട്ടില്ല എന്നും പറയുന്നു. അപ്പൊ പിന്നെ എവിടെയാണ് ഈ ഒരു അട്ടിമറി സാധ്യത? അല്ല, അതായത് ഈ അട്ടിമറി സാധ്യത നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല വേണു. ഇപ്പം നമ്മോട് പറയുന്നുണ്ട് ചില ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഉറക്കം വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഇത് വളരെ സത്യമാണോ, അല്ലെങ്കിൽ എന്തെല്ലാം ഫുഡ് സപ്ലിമെന്റ്സിന്റെ കാര്യം ഒന്നും പറയുന്നില്ല.
ഇപ്പൊ എന്തൊക്കെ ഫുഡ് സപ്ലിമെന്റ്സ് ആണ് ഈ മത്സരത്തിന് ശേഷം കൊടുത്തത്, അല്ലെങ്കിൽ ഈ ദിവസം രാവിലെ ശരീരഭാര പരിശോധന പുറപ്പെടുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അവര് കുറെ അധികം നേരം അവര് അതായത് ജോഗിങ് നടത്തിയിട്ടുണ്ടായിരുന്നു, സ്വെറ്റിംഗ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ മുടി മുറിച്ചു കളഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എന്തൊക്കെയാണ്, അതായത് ഈ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ന്യൂട്രീഷൻ ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോയിന്റ് എന്ന് പറയുന്നത് ഈ ന്യൂട്രീഷന്റെ സ്പോർട്സ് യോഗ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് സംശയം, അതായത് ബലമായ സംശയമുള്ളത് ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലുള്ള ആളുകളെ നമ്മൾ നിർബന്ധമായിട്ടും ചോദ്യം ചെയ്ത് അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തുന്ന പക്ഷം മാത്രമാണ് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ശക്തമായ ഉത്തരം പറയാൻ പറ്റും.